ഏതറിയാമോ? ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ പറയുന്ന അനുസരിച്ച് 75% ഓഫ് ദി ഫുഡ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻസെക്ട്സ്, സ്പെഷ്യലി ഹണിബി. ഈ ഹണിബി ഇല്ലാതിരുന്നെങ്കിലേ നമുക്ക് കുടിക്കാനുള്ള കോഫി പോലും കിട്ടില്ലായിരുന്നു, കഴിക്കാനുള്ള ഫുഡും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പോളിനേഷനെ കുറിച്ചാണ്. ഹായ്, ഐ എം അഞ്ജന, യുവർ ബയോളജി ടീച്ചർ. വെൽക്കം ടു വേദാന്തു മലയാളം ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സെക്ഷുവൽ റിപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റില് ഗൈനീഷ്യം ആൻഡ് പോളിനേഷനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഗൈനീഷ്യമിൽ തൊട്ട് തുടങ്ങാം. What is gynecium? Gynecium is nothing but female reproductive part. ഫ്ലവറിലെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഗൈനീഷ്യം എന്ന് പറയാം. ഓക്കെ, ആ ഗൈനീഷ്യമിൽ നമുക്ക് എന്തൊക്കെ കാണാൻ കിട്ടും? സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ഓക്കെ, സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി, ഈ മൂന്ന് പാർട്ടും കൂടിയിട്ട് നമുക്ക് ഒരു സ്ട്രക്ചർ ഫോം ആവുന്നുണ്ടല്ലോ. ആ സ്ട്രക്ചറിന്റെ പേരാണ് പിസ്റ്റിൽ. അതിന് നമ്മൾ എന്ത് പറയും? പിസ്റ്റിൽ എന്ന് പറയും. പിസ്റ്റിൽ അല്ലെങ്കിൽ വേറൊരു നെയിമും കൂടെ ഉണ്ട്, കാർപ്പിൽ. ഓക്കെ, കാർപ്പൽ എന്നും പറയും. ഇപ്പൊ കാർപ്പൽ ഒറ്റ ഒരെണ്ണം, ഒരു ഫ്ലവറിൽ ഒറ്റ ഒരെണ്ണം മാത്രം ഉള്ളതെങ്കിൽ അതിന് നമ്മൾ മോനോകാർപ്പിലറി എന്ന് പറയും. ഒറ്റ കാർപ്പൽ ഉള്ളതെങ്കിൽ മോനോകാർപ്പിലറി, ഒരുപാട് കാർപ്പൽസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ മൾട്ടി കാർപ്പിലറി എന്ന് പറയും. ഓക്കെ, മോനോകാർപ്പിലറിക്ക് നമുക്ക് എക്സാമ്പിൾ മാംഗോ കൊടുക്കാം അല്ലെ. മാംഗോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒറ്റ ഒരു സീഡ് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ അത് ഒറ്റ കാർപ്പൽസ്, അതിനകത്ത് ഒറ്റ കാർപ്പലേ ഉള്ളൂ. മൾട്ടി കാർപ്പിലറിക്ക് നമുക്ക് എക്സാമ്പിൾ ഹൈബിസ്കസ് കൊടുക്കാം, അല്ലെങ്കിൽ മൈക്കേലിയ കൊടുക്കാം. ഇപ്പൊ നമ്മളുടെ ഫ്രൂട്ടിൽ ഒരുപാട് സീഡ്സ് കാണാൻ പറ്റുമെങ്കിൽ അത് മൾട്ടി കാർപ്പിലറി ആയിരിക്കും മെയിൻലി. ഓക്കെ, ഇപ്പൊ നമുക്ക് മൾട്ടി കാർപ്പിലറിയിൽ തന്നെ രണ്ട് ടൈപ്പ് കാണാൻ പറ്റും. എന്താണ് ഈ രണ്ട് ടൈപ്പ്? മൾട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാർപ്പൽസ് ഉണ്ട് എന്നല്ലേ. ആ ഒരുപാട് കാർപ്പൽസ് എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ, എല്ലാം കൂടെ ഒരുമിച്ച് സിംഗിൾ സ്ട്രക്ചർ പോലെ കാണുകയാണെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയൂ? സിൻകാർപ്പസ്. സിൻകാർപ്പസ് എന്ന് പറയും. നോക്കൂ, ഈ ഒരു ഡയഗ്രാമിൽ ഇത് ഓപ്പിയം പ്ലാന്റിന്റെ കാർപ്പലാണ്. ഓപ്പിയം ഈസ് കഞ്ചാവ്. ഓക്കെ, കഞ്ചാവിലെ ആ ഗ്രൂപ്പിൽ പെട്ട പ്ലാന്റിൽ ഇങ്ങനെയാണ് നമുക്ക് കാർപ്പൽസ് കാണാൻ പറ്റുക. സിൻകാർപ്പസ് എല്ലാം കൂടെ ഒരുമിച്ച്, എല്ലാ കാർപ്പൽസും ഒരുമിച്ച് കൂടി ഇങ്ങനെ നിൽക്കും. സോ അതിന് നമ്മൾ എന്തെന്ന് പറയും? സിൻകാർപ്പസ് എന്ന് പറയും. അതേപോലെ ഹൈബിസ്കസിൽ നമുക്ക് സിൻകാർപ്പസ് ആണ് കാണാൻ പറ്റുക. 5 ഓവിയൽ ഉണ്ടാവും, ഇതിനകത്ത് 5 ഓവിയൽ ഉണ്ടാവും. ആ 5 ഓവിയൽ നമുക്ക് ഒരുമിച്ച് കൂടി നിൽക്കുന്നതാണ് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോ അപ്പോകാർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോകാർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഓവിയൽസും ആ ഫ്ലവറിൽ വിടർന്ന് വിടർന്ന് നിൽക്കുകയായിരിക്കും. എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കില്ല, എല്ലാം വിടർന്ന് വിടർന്ന് നിൽക്കുകയായിരിക്കും. അതിനെയാണ് നമ്മൾ അപ്പോകാർപ്പസ് എന്ന് പറയാം. ഓക്കെ, അപ്പോകാർപ്പസ്ക്ക് ബെസ്റ്റ് എക്സാമ്പിൾ മൈക്കേലിയ, നമ്മുടെ ചമ്പകപ്പൂ. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം, എങ്ങനെയാണ് ഈ എക്സാമ്പിൾ ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സി, ഓപ്പിയം പ്ലാന്റ്, ഇതാണ് നമ്മുടെ ഓപ്പിയം പ്ലാന്റ്. എല്ലാ കാർപ്പൽസും ഒരുമിച്ച് കൂടിയിട്ട് എന്തായിട്ടുണ്ട്? കാർപ്പലൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഇതുപോലെ ആയിട്ടുണ്ട്. ഇത് സിൻകാർപ്പസ്. ഇവിടെ നോക്കാം, അപ്പോകാർപ്പസ്. അപ്പോകാർപ്പസിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? എല്ലാം വിടർന്ന് വിടർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് നമുക്ക് ഫ്രൂട്ട് കാണാൻ പറ്റും. ഓക്കെ, അതിനകത്ത് ഇത് സീഡ്സ് കാണുന്നുണ്ടോ? ഇവിടെ ഇതാണ് നമ്മുടെ എന്താ കാർപ്പൽ. ഓക്കെ, ഒരുപാട് കാർപ്പൽസ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന കാണാനുണ്ടോ? സോ ഇത് അപ്പോകാർപ്പൽസ്, ഇത് സിൻകാർപ്പസ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ 3 പാർട്ടാണ് മെയിൻ ആയിട്ട്, നമുക്ക് 3 പാർട്ടാണ് കാണാൻ പറ്റുക. ഇത് സ്റ്റിഗ്മ. ഓക്കെ, സ്റ്റിഗ്മ. ഈ സ്റ്റിഗ്മ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളൻ ഗ്രെയിനിനെ അക്സെപ്റ്റ് ചെയ്യും. വാ മോനെ, പോളൻ ഗ്രെയിൻ എന്റെ സ്പീഷീസ് ആണെങ്കിൽ മാത്രം ഞാൻ നിന്നെ ഉള്ളിലേക്ക് കടത്തി വിടും, അല്ലെങ്കിൽ പറ്റില്ല, നീ പുറത്ത് പോയിക്കോ എന്ന് പറഞ്ഞു വിടും. അതാണ് നമ്മുടെ സ്റ്റിഗ്മയുടെ ജോലി. അപ്പൊ സ്റ്റൈലിന്റെ ജോലി എന്താണ്? സ്റ്റൈൽ നാരോ ട്യൂബ് അല്ലേ. ആ നാരോ ട്യൂബ് എന്താ ചെയ്യുന്നത്? ഇവിടെ നിന്ന് പോളൻ ഗ്രെയിൻ എന്ന് കിട്ടുന്ന മെയിൽ ഗാമെറ്റിനെ
പോളൻ ഗ്രെയിൻ എന്ന് കിട്ടുന്ന മെയിൽ ഗാമെറ്റിനെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യാൻ അനുവദിക്കും. ഓക്കെ, അതാണ് നമ്മുടെ സ്റ്റൈലിന്റെ ജോലി. അപ്പൊ ഓവറിയുടെ ജോലി എന്താ? ഓവറി എന്ത് ചെയ്യും? ഓവറിക്കകത്ത് എന്താണുള്ളത്? നമുക്ക് എന്താ കാണാൻ കിട്ടുക? ഓവറിക്കകത്ത് കാണാൻ കിട്ടുന്നത് ഓവ്യൂൾ, അല്ലെങ്കിൽ അതിനെ എഗ് എന്നും പറയാം. എഗ് ഉണ്ടാവും. ആ എഗ്ഗും ഇവിടുന്ന് വരുന്ന മെയിൽ ഗാമേറ്റും രണ്ടും കൂടെ ഫ്യൂസ് ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? സീഡ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ 3 പാർട്ടാണ് കാണാൻ പറ്റുന്നത്: സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. 3 പാർട്ട്. ഓക്കെ, ഈ ഫ്ലവറിൽ നിങ്ങൾക്ക് ഏതാണ് സ്റ്റിഗ്മ എന്ന് തോന്നുന്നത്? ഏതാണ് സ്റ്റിഗ്മ? ഈ കാണുന്ന ഈ വൈറ്റ് പോർഷനിൽ കാണുന്ന ഈ 3 സ്ട്രക്ചർ ഉണ്ടല്ലോ, 3 സ്റ്റിഗ്മയുടെ സ്ട്രക്ചർ കാണുന്നുണ്ടല്ലോ, ഇതാണ് നമ്മുടെ സ്റ്റിഗ്മ. അപ്പൊ സ്റ്റൈലോ? ഇത് ഇവിടെ കാണുന്ന ഈ ട്യൂബുലാർ സ്ട്രക്ചർ ആണ് നമ്മുടെ സ്റ്റൈൽ. അപ്പൊ ഓവറി എവിടെയാ? ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഓവറി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. ഓവറി ഇതിനകത്തിരിക്കുക, ഈ പെറ്റൽസിന്റെ ഉള്ളിൽ ഇവിടെയാണ് കാണാൻ കിട്ടുക. അതുകൊണ്ടാണ് നമ്മൾ സെക്ഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ ആദ്യം പെറ്റൽസിനും സെപ്പൽസിനെയും എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് ഉള്ളിലുള്ള ഓവറിനെ നമ്മൾ സെക്ഷൻ എടുക്കുന്നത്. അത് നിങ്ങളുടെ സെക്കൻഡ് ഇയർ PUCയിൽ പ്രാക്ടിക്കലിൽ നിങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഈ ലോക്യൂൾ എന്ന് വെച്ചാൽ? എന്താണ്? പുതിയ ടേംസ് അല്ലേ? ലോക്യൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഓവറി. ഓക്കെ, ഈ കാണുന്നതാണ് ഓവറി. ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അല്ലെ? ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. സോ ഈ ഓവറിക്കകത്താണ് നമ്മുടെ ഓവ്യൂൾസ് ഉള്ളത്. ഇവിടെയാണ്, ഉള്ളിലാണ് നമുക്ക് ഓവ്യൂൾസ് ഉള്ളത്. ഈ ഓവറിക്കും ഓവ്യൂൾസിനും നടുക്കുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഒരു ഗ്യാപ്പ്. ആ ഗ്യാപ്പിനെയാണ് നമ്മൾ പറയുന്നത് ലോക്യൂൾ എന്ന്. ഓക്കെ, ഇത് ഓവറിക്കകത്താണ് നമ്മുടെ ഓവ്യൂൾ ഉള്ളത്. ആ ഗ്യാപ്പിലാണ്, ഒരു ഗ്യാപ്പിലാണ് നമ്മുടെ ഒരു സ്പേസ്, ഒരു റൂം പോലെയുള്ള ഒരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസിലാണ് നമ്മുടെ ഓവറി ഉള്ളത്. ആ സ്പേസിന് നമ്മൾ ലോക്യൂൾ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇത് അങ്ങനെ അതിനകത്ത് ഒരു ബോക്സിനകത്ത് ഒരു ബോൾ ഇട്ടത് പോലെയാണോ നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല. അതിന് ഒരു അറ്റാച്ച്മെന്റ്, അത് പോയി ഒരു സ്ഥലത്തിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓവ്യൂള് ഓവറിക്കകത്ത് അറ്റാച്ച് ചെയ്ത് പോലെ നിൽക്കുകയായിരിക്കും. ആ അറ്റാച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് പ്ലാസെന്റ. ഓക്കെ, പ്ലാസെന്റയാണ് ഇതിനെ അറ്റാച്ച് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നെക്സ്റ്റ് ഒരു ഫ്ലവറിൽ ചിലപ്പോൾ നമുക്ക് ഒറ്റ ഒരു ഓവ്യൂലേ കാണാൻ പറ്റുള്ളൂ. ഒരു പിസ്റ്റലിലോ ഒരു ഓവ്യൂലെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ചിലതിലാണെങ്കിലോ ഒരുപാട് ഓവ്യൂൾസും കാണാൻ പറ്റും. ഓക്കെ, ഒരു ഓവ്യൂൾ കാണുന്നത് യൂഷ്വലി നമുക്ക് സിറിയൽസിൽ റൈസ്, വീറ്റ്, റാഗി ഇങ്ങനത്തേലൊക്കെ നമുക്ക് ഒറ്റ ഓവ്യൂലേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ കാണുന്നില്ലേ, പപ്പായ, വാട്ടർമെലൺ, ഇതിലൊക്കെ ഒരുപാട് ഇവിടെ കാണുന്നില്ലേ? ഇതോടെ നോക്കിക്കോ, ഇത് മാങ്ങോയുടെ സീഡ് അല്ലേ? ഒറ്റ സീഡേ ഉള്ളൂ. ഒരു ഫ്ലവറിൽ ഒരു ഓവ്യൂൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒറ്റ സീഡ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഇവിടെ കണ്ടില്ലേ, ഇത് പപ്പായ അല്ലെങ്കിൽ കുക്കുംബറിന് നമുക്ക് പറയാം. ഇതിലൊക്കെ എന്ത് പറ്റുന്നുണ്ട്? ഒരു ഫ്രൂട്ടിൽ ഒരുപാട് ഓവ്യൂൾസ് ഉണ്ട്. റൈറ്റ്? നെക്സ്റ്റ് നമുക്ക് സ്ട്രക്ചർ ഓഫ് ഓവ്യൂളിനെ പഠിക്കാം. സ്ട്രക്ചർ ഓഫ് ഓവ്യൂൾ ഈസ് ആൾസോ നോൺ ആസ് മെഗാസ്പൊറാഞ്ചിയം. പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ മേലിൽ നമ്മൾ എന്താണ് കാണാൻ പറ്റുന്നത്? മൈക്രോസ്പൊറാഞ്ചിയം. ഇവിടെ അപ്പൊ നമുക്ക് ഈ മിയോട്ടിക് ഡിവിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. മിയോട്ടിക് ഡിവിഷൻ എന്ന് വെച്ചാൽ എന്താ? മിയോട്ടിക് ഡിവിഷൻ എന്ന് വെച്ചാൽ എന്താ? റിഡക്ഷണൽ ഡിവിഷൻ അല്ലെ? മിയോട്ടിക് ഡിവിഷൻ എന്ന് വെച്ചാൽ റിഡക്ഷണൽ ഡിവിഷൻ. ഈ റിഡക്ഷണൽ ഡിവിഷൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? മെഗാസ്പോർസ് കിട്ടുക. അപ്പോൾ ന്യൂസെല്ലസ് എന്താവും? മെഗാസ്പോർ മദർ സെല്ലായിട്ട് കൺവേർട്ട് ആവും. ആ മെഗാസ്പോർ മദർ സെല്ലാണ് എന്താവുന്നത്? മെഗാസ്പോർ ആയി കൺവേർട്ട് ആവുന്നത്. ആ മെഗാസ്പോർ കൺവേർട്ട് ആവണമെങ്കിൽ എന്താവും? മിയോട്ടിക് ഡിവിഷൻ ആകും. അപ്പൊ നമുക്ക് നോക്കാം അത് എങ്ങനെയാ സംഭവിക്കുന്നതെന്ന്. ഓക്കെ, നമുക്ക് ആദ്യം ഓവ്യൂളുടെ സ്ട്രക്ചർ വേണം. ഇതാണ് നമ്മുടെ ഓവ്യൂൾ അല്ലെ? ഈ ഓവ്യൂൾക്കകത്ത് എന്തിരിക്കുന്നത്? ഇതിൽ നിറച്ചും സെൽസാ. ഈ സെൽസിന് നമ്മൾ എന്താ പറയാ? ഇതിന് നമ്മൾ പറയുന്നത് ന്യൂസെല്ലസ് അല്ലെ?
ഇതിന് നമ്മൾ എന്താ പറയാ? ന്യൂസെല്ലസ് എന്ന് പറയും. ശരിയാണോ? ഈ ന്യൂസെല്ലസില് ഒരു സെല്ല്, ഈ കിടക്കുന്ന ഈ സെല്ല്, അത് മൈക്രോപൈലിന് അടുത്ത റീജിയനിൽ. ഇവിടെ ഇതിന് ഈ ഓവ്യൂളിന് 2 കോട്ട് ഉണ്ടാവും അല്ലെ? ഇങ്ങനെ 2 കോട്ട് ഉണ്ടാവും. ഈ കോട്ട് ഒരു സൈഡിൽ മാത്രം ഇല്ലാത്ത റീജിയനെ നമ്മൾ എന്താ പറയാ? ഈ റീജിയനെ നമ്മൾ എന്താ പറയാ? മൈക്രോപൈൽ അല്ലെ? ഇതിന് നമ്മൾ പറയുന്നത് മൈക്രോപൈൽ എന്ന്. ശരിയാണോ? യെസ്. ഈ മൈക്രോപൈലിന് അടുത്തായ ഒരു റീജിയനിൽ നിന്ന് ഒരു സെല്ല് മാത്രം ഓക്കെ ഞാൻ ഈ പണി ചെയ്തോളാന്ന് ഏറ്റെടുക്കും. ഓക്കെ, ആ പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഗാസ്പോർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഈ പണി ഏറ്റെടുക്കുന്ന ഈ സെല്ലിന് നമ്മൾ എന്തെന്നാ വിളിക്കുക? അതിനെ നമ്മൾ മെഗാസ്പോർ മദർ സെൽ എന്ന് പറയും. ഓക്കെ, ഈ മെഗാസ്പോർ മദർ സെൽ എന്താവും? മിയോട്ടിക് ഡിവിഷനെ ഫോം ചെയ്യും, മിയോട്ടിക് ഡിവിഷൻ ആക്കും. ആ മിയോട്ടിക് ഡിവിഷൻ ആയിട്ട് ഫൈനലി നമുക്ക് എന്ത് കിട്ടും? മെഗാസ്പോർ. ഇതാണ് നമ്മുടെ പ്രോസസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് നോക്കാം. ഓക്കെ, ഞാനിപ്പോ ഒരേ ഒരു ന്യൂസെല്ലസ് ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻടു മെഗാസ്പോർ മദർ സെല്ല് അത് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ മെഗാസ്പോർ മദർ സെൽ. ആ മെഗാസ്പോർ മദർ സെല്ലിൽ ഒരു ന്യൂക്ലിയസും ഉണ്ട്. ഓക്കെ, ഈ മെഗാസ്പോർ മദർ സെൽ എന്ത് ചെയ്യും? റിഡക്ഷണൽ ഡിവിഷൻ, റിഡക്ഷണൽ ഡിവിഷൻ. ഓക്കെ, ഈ റിഡക്ഷണൽ ഡിവിഷൻ ആകുമ്പോൾ ക്രോമോസോം നമ്പറിന്റെ പ്രശ്നം എന്താണ്? ക്രോമോസോം എന്തായി കൺവേർട്ട് ആവും? ഇപ്പോ ഈ സെല്ലിന് 8 ക്രോമോസോം ഉണ്ട് എന്ന് വെച്ചോളൂ. ഓക്കെ, ഈ ക്രോമോസോം എത്രയാണ് ഇവിടെ? 8. അപ്പൊ മിയോട്ടിക് ഡിവിഷൻ ആകുമ്പോൾ റിഡക്ഷണൽ ഡിവിഷൻ എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. റിഡക്ഷണൽ ഡിവിഷൻ ആകുമ്പോൾ എന്താവും? 4 ക്രോമോസോം ആയിട്ട് മാറും. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഇപ്പൊ മിയോസിസിൽ 2 സ്റ്റേജസ് ഉണ്ട് അല്ലെ? ഫസ്റ്റ് ഇയർ ചാപ്റ്ററിൽ നിങ്ങൾ ഇത് പഠിച്ചതാണ്. 2 സ്റ്റേജസ് ഉണ്ട്. ഒരു സ്റ്റേജിന്റെ പേര് എന്താണ്? മിയോസിസ് ഫസ്റ്റ്, അടുത്ത സ്റ്റേജ് മിയോസിസ് സെക്കൻഡ് അല്ലെ? അപ്പൊ ആദ്യത്തെ മിയോസിസ് ഫസ്റ്റില് എന്താവും? ഒരു സെല്ലുള്ളത് ഒരു മെഗാസ്പോർ മദർ സെൽ 2 സെല്ലായിട്ട് കൺവേർട്ട് ആവും. ഇതിന് നമ്മൾ മെഗാസ്പോർ ഡയാഡ് എന്ന് പറയാം. ഓക്കെ, മെഗാസ്പോർ ഡയാഡ്. ഈ മെഗാസ്പോർ ഡയാഡ് അഗൈൻ മിയോട്ടിക് ഡിവിഷനെ ഫോം ചെയ്യും, മിയോട്ടിക് സെക്കൻഡ് ഡിവിഷൻ. അപ്പോ ഇവിടെ ആൾറെഡി 8 സെൽ ഉള്ളത് 8 ക്രോമോസോം ഉള്ളത് 4 ക്രോമോസോം ആയിട്ട് ആൾറെഡി മാറി. ഇപ്പോ ഇത് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനിൽ നടന്നു കഴിഞ്ഞു. ഇനി രണ്ടാമത് അത് തന്നെ നടക്കുവോ? ഇല്ല. മിയോട്ടിക് സെക്കൻഡ് ഡിവിഷനിൽ എന്താണ് സംഭവിക്കുക? സെക്കൻഡ് ഡിവിഷനിൽ ഈക്വേഷണൽ ഡിവിഷൻ ആണ് സംഭവിക്കുക. ഈക്വേഷണൽ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോമോസോം നമ്പറിന് ഒരു കുഴപ്പമില്ല, ഞാൻ എങ്ങനെയുണ്ടോ അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്തു തരാം. അതാണ് ഇതിന്റെ പണി. അപ്പൊ എന്ത് ചെയ്യും? ഈ 4 ക്രോമോസോം ഉള്ളത് അത് അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ട് 4 സെൽസിലും അങ്ങനെ തന്നെ വെക്കും. സോ ഇവിടെയും 4 ക്രോമോസോം, ഇവിടെയും 4 ക്രോമോസോം, ഇവിടെയും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മെഗാസ്പോർ. ഈ മെഗാസ്പോറിൽ ഈ 3 എണ്ണവും ഡീജനറേറ്റ് ആയി പോകും. ഇത് 3 എണ്ണവും വേണ്ട, നമുക്ക് വേണ്ടത് ഒരെണ്ണം മാത്രമാണ്. ഒരു മെഗാസ്പോർ മാത്രം കിട്ടും. ഈ മെഗാസ്പോർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിംഗം പോലെയാണ്. സിംഗിൾ അതാ വരും അല്ലെ? സോ ഇത് ഒരെണ്ണം മാത്രം റീറ്റെയിൻ ചെയ്യും. ഇതെന്താണ്? മെഗാസ്പോർ. ക്ലിയർ ആണോ? ഓക്കെ, സോ ഇതാണ് നമ്മുടെ മെഗാസ്പോർ മദർ സെൽ. ഓക്കെ, ഇങ്ങനെ ഇത് ഒരു പാർട്ട് മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ എന്തുണ്ടാവും? ഇന്റഗ്യുമെന്റ്സ് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഐ തിങ്ക് കളർ കാണാനില്ല, നമുക്ക് വേറെ കളർ എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ
ന്യൂസെല്ലസ്. ആ ന്യൂസെല്ലസിന് 2 കവർ ഇരിക്കും അല്ലെ, 2 കവർ ഉണ്ടായിരിക്കും. സോ ഈ റീജിയനിൽ അടുത്തായിരിക്കുന്ന ഒരു സെല്ലാണ് നമുക്ക് മെഗാസ്പോർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഇതിപ്പോ മെഗാസ്പോർ ഡയാഡായി കൺവേർട്ട് ചെയ്തു ആൻഡ് ഇത് ടെട്രാഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഈ ടെട്രാഡില് ആദ്യത്തെ 3 അല്ലെങ്കിൽ അവസാനത്തെ 3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 അങ്ങോട്ട് ഡിലീറ്റ് ആയി പോവും, ഡീജനറേറ്റ് ആയിട്ട് പോവും. ഒരെണ്ണം മാത്രം ഫങ്ഷണൽ മെഗാസ്പോർ ആയിട്ട് നമുക്ക് റീറ്റെയിൻ ചെയ്യും. ഓക്കെ, സോ ആ ഫങ്ഷണൽ സർവൈവിങ് മെഗാസ്പോർ ആണ് നമുക്ക് നെക്സ്റ്റ് എംബ്രിയോ സാക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എംബ്രിയോ സാക്ക് എന്ന് വെച്ചാൽ എന്താന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഡയഗ്രാമിൽ തന്നെ തുടങ്ങാം. സി ഈ മെഗാസ്പോർ, ഫങ്ഷണൽ മെഗാസ്പോർ എന്ത് ചെയ്യും, അഗെയിൻ സെൽ ഡിവിഷന് സ്റ്റാർട്ട് ചെയ്യും. സെൽ ഡിവിഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് ന്യൂക്ലിയസ് മാത്രം ഡിവൈഡ് ആയിക്കൊണ്ട് പോവും, പിന്നെയാണ് സെൽ ഡിവിഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, ഈ സ്റ്റെപ്പിലാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്, ഈ സ്റ്റെപ്പാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂഷ്വലി നമുക്ക് 3 മാർക്കിനും 5 മാർക്കിനും വരാവുന്ന ക്വസ്റ്റ്യൻ ആണിത്. സോ ഇത് എന്താ സംഭവിക്കുക, ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്നത് മൈറ്റോട്ടിക് ഡിവിഷൻ തന്നെയാണ്, പക്ഷേ ഇവിടെ ഫസ്റ്റ് ന്യൂക്ലിയർ ഡിവിഷൻ നടക്കും, ലേറ്റർ ആണ് അതിന്റെ സൈറ്റോപ്ലാസം ഡിവൈഡ് ആവുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫങ്ഷണൽ മെഗാസ്പോർ. ഈ ഫങ്ഷണൽ മെഗാസ്പോർ എന്ത് ചെയ്യും, ഇത് നമ്മുടെ ഫങ്ഷണൽ മെഗാസ്പോർ. ഓക്കെ, ഈ ഫങ്ഷണൽ മെഗാസ്പോർ ആദ്യം സെൽ ഡിവിഷൻ ചെയ്തിട്ട് അല്ല ന്യൂക്ലിയർ ഡിവിഷൻ ചെയ്തിട്ട് 2 ന്യൂക്ലിയസിനെ ഫോം ചെയ്യും. ഓക്കെ, 2 ന്യൂക്ലിയസ് ആയി. ആ 2 ന്യൂക്ലിയസ് ഓപ്പോസിറ്റ് എൻഡിൽ പോയി. ഓക്കെ, ആ ഓപ്പോസിറ്റ് എൻഡിൽ പോയതിനു ശേഷം എഗെയിൻ ന്യൂക്ലിയർ ഡിവിഷൻ നടത്തും. ഓക്കെ, എഗെയിൻ ന്യൂക്ലിയർ ഡിവിഷൻ നടത്തിയിട്ട് ഇവിടെ 2 സെല്ലായി, ഇവിടെ 2 സെല്ലായി അല്ലേ. പിന്നെ എഗെയിൻ പിന്നെയും. സോ ഇത് ഒരിക്കൽ മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നു, ഇത് സെക്കൻഡ് ടൈം നടന്നു, മൂന്നാമത് ഒരിക്കൽ കൂടെ നടത്തും. 3 ടൈംസ് ന്യൂക്ലിയർ ഡിവിഷൻ ഫോം ആവുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഇതിന്റെ എൻഡിൽ നമുക്ക് 4 ന്യൂക്ലിയസ് ഒരു എൻഡിലും ഇവിടെയും 4 എണ്ണം കിട്ടി അല്ലേ. ഈ 4 എണ്ണത്തിൽ ഇവിടെ നിന്ന് ഒരെണ്ണം, ഇവിടെ നിന്ന് ഒരെണ്ണം, 2 എണ്ണം 2 ന്യൂക്ലിയസ് സെന്ററിൽ നിൽക്കും. റിമൈനിങ് 3 ഒരു എൻഡിലും ഇനിയൊരു എൻഡിലും 3 ഉണ്ട്. സോ ഇവിടെ 3 സെൽസ് ഉണ്ട്, സോറി ന്യൂക്ലിയസ് ഉണ്ട്, ഇവിടെ 3 ന്യൂക്ലിയസ് ഉണ്ട്. സോ ഈ ന്യൂക്ലിയസ് എല്ലാം സെൽ വാളിനെ ഫോം ചെയ്യും. ഓക്കെ, ഒരു കംപ്ലീറ്റ് സെല്ലായിട്ട് ഫോം ആവും. ഇവിടെയും അതുപോലെ തന്നെ. അപ്പൊ ഈ നടുക്ക് നിൽക്കുന്ന 2 ന്യൂക്ലിയസും കൂടി ഒരു സെൽ വാളിനെ മാത്രം ഫോം ചെയ്യും. ഇതിന് നമ്മൾ എന്തെന്ന് പറയാ, പോലാർ ന്യൂക്ലിയൈ. ഇതിന് നമ്മൾ എന്ത് പറയും, പോലാർ ന്യൂക്ലിയൈ. ഓക്കെ, ഇതാണ് നമ്മുടെ എംബ്രിയോ സാക്ക് ഡെവലപ്മെന്റ്. സോ ആദ്യം മെഗാസ്പോർ എന്ത് ചെയ്യും, ന്യൂക്ലിയർ ഡിവിഷൻ നടത്തും, 2 ന്യൂക്ലിയസ് ആയി കൺവേർട്ട് ചെയ്യും. അഗെയിൻ ആ ന്യൂക്ലിയസ് പിന്നെയും ഡിവൈഡ് ആവും, 4 എണ്ണം ആവും, പിന്നെയും ഡിവൈഡ് ആവും, 8 എണ്ണം ആവും. ആ 8 എണ്ണത്തിൽ 2 എണ്ണം സെന്ററിൽ വന്ന് നിൽക്കും, ഒരേ ഒരു സെൽ വാളിനെ ഫോം ചെയ്യും. റിമൈനിങ് 3 ഓപ്പോസിറ്റ് എൻഡിൽ 2 സൈഡിലും പോയി നിൽക്കും. അത് 3 എണ്ണത്തിലും 3 സെപ്പറേറ്റ് സെൽ വാൾ ഫോം ആയി. ഓക്കെ, സോ ഇവിടെ നമുക്ക് 3 സെൽ, ഇവിടെ നമുക്ക് 3 സെൽ, ഇവിടെ 1 സെൽ. ശരിയാണോ? അപ്പൊ എത്ര സെൽസ് ആയി, 7 സെൽ, റൈറ്റ്. പക്ഷേ ഇവിടെ ഒരു ന്യൂക്ലിയസ്, രണ്ടാമത്തെ ന്യൂക്ലിയസ്, മൂന്നാമത്തെ ന്യൂക്ലിയസ്, 4, 5, 6, 7, 8 ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോ ഇതെന്താണ്, 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ്. ഓക്കെ, ഇത് 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ്. സോ ഇത് നമ്മുടെ എന്തായിട്ടായി കൺവേർട്ട് ആവും, എംബ്രിയോ സാക്ക്. അപ്പൊ നമുക്കൊരു മെച്ചൂർ എംബ്രിയോ സാക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇതാണ് നമ്മുടെ മെച്ചൂർ എംബ്രിയോ സാക്ക്. ഓക്കെ, സി ഇതാണ് നമ്മുടെ മെച്ചൂർ എംബ്രിയോ സാക്ക്. ഈ മെച്ചൂർ എംബ്രിയോ സാക്കിൽ ചലാസൽ എൻഡിൽ വരുന്ന 3 സെൽസിന് ചലാസൽ എൻഡ്. സോ ഇതാണ് നമ്മുടെ എന്താ ഓവ്യൂള്. മൈക്രോപൈലിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ റീജിയന് നമ്മൾ എന്താ പറയാ, ചലാസ അല്ലെ. ഈ ചലാസയിൽ ഇരിക്കുന്ന 3 സെല്ലിനെ നമ്മൾ എന്തെന്ന് പറയും, ആന്റിപോഡൽസ് എന്ന് പറയും.
അതിന്റെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ഈ സെൽസിന് നമ്മൾ എന്ത് പറയും? എഗ് ആപ്പറേറ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇത് എഗ് ആപ്പറേറ്റേഴ്സ്. ഓക്കെ, ഇവിടെ കിടക്കുന്ന 3 സെല്ലും എന്താണ്? എഗ് ആപ്പറേറ്റേഴ്സ്. ഇവിടെ കിടക്കുന്നത് ആന്റിപോഡൽസ്. ഓക്കെ, ഈ എഗ് ആപ്പറേറ്റേഴ്സില് 3 സെൽസ് ഉണ്ട്, റൈറ്റ്? 3 സെൽസ് ഉണ്ട്. ആ 3 സെൽസില് 2 എണ്ണം സിനർജിഡ് ആണ്. ഓക്കെ, 2 എണ്ണം സിനർജിഡ്, ഒരെണ്ണം നമ്മുടെ എഗ്. ഈ എഗിന്റെ കൂടെ ഫ്യൂസ് ആയാലും, മെയിൽ ഗാമിറ്റ് ഇത് എഗിന്റെ കൂടെ ഫ്യൂസ് ആയാൽ അതെന്തായി കൺവേർട്ട് ചെയ്യും? സീഡായിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, സീഡായിട്ട് കൺവേർട്ട് ചെയ്ത് അത് ന്യൂ ഒരു പ്ലാന്റിനെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഈ 2 സെല്ലിന്റെ ഫങ്ഷൻ എന്താണ്? സിനർജിഡ്സ്. ഇവിടെ കാണുന്നുണ്ടോ കുറെ ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ? ഇതുപോലെ ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ഇവിടെ കാണാറുണ്ടോ? സോ ഇതാണ് നമ്മുടെ ഫില്ലിഫോം ആപ്പറേറ്റേഴ്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫില്ലിഫോം ആപ്പറേറ്റേഴ്സ്. നമുക്ക് ഒന്നുകൂടെ വരയ്ക്കാം. ഇത് നമ്മുടെ എംബ്രിയോ സാക്ക്. ഇവിടെ കിടക്കുന്ന 3 സെല്ലിന് നമ്മൾ എന്താ പറയാ? ആന്റിപോഡൽ. ചലാസൽ എൻഡിൽ കിടക്കുന്ന സെല്ലിന് നമ്മൾ എന്ത് പറയും? ആന്റിപോഡൽസ്. ഇവിടെ കിടക്കുന്ന 3 സെൽസിന് നമ്മൾ എഗ് ആപ്പറേറ്റേഴ്സ് എന്ന് പറയും. ഈ എഗ് ആപ്പറേറ്റേഴ്സിൽ ഇത് മാത്രമാണ് നമ്മുടെ എഗ്, റൈറ്റ്? റിമൈനിങ് 2 സെൽസിന് നമ്മൾ എന്ത് പറയും? സിനർജിഡ്സ്. ഓക്കെ, ഇതിന് നമ്മൾ എന്ത് പറയും? സിനർജിഡ്സ് എന്ന് പറയും. ഈ സിനർജിഡ്സിൽ നമുക്ക് ഇങ്ങനെ ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ കാണാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ കാണാൻ പറ്റും. ഓക്കെ, ആ ഫിംഗർ ലൈക്ക് സ്ട്രക്ചറിന് നമ്മൾ എന്താ പറയാ? ഫില്ലിഫോം ആപ്പറേറ്റേഴ്സ്. ഇതാണ് നമ്മുടെ ഫില്ലിഫോം ആപ്പറേറ്റേഴ്സ്. ഈ ഫില്ലിഫോം ആപ്പറേറ്റേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ഫംഗ്ഷൻ എന്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ പോലൻ ട്യൂബിൽ നിന്ന് ഇറങ്ങി വരുന്ന മെയിൽ ഗാമെറ്റിന് വഴി കാണിച്ചു കൊടുക്കും. ഓക്കെ, നീ ഇങ്ങോട്ട് വാ, ഈ വഴിയിലൂടെ വാ, നീ ആ വഴിയിലൂടെ പോവണ്ട, ഇവിടെയാണ് എഗ് ഉള്ളത്, ഈ വഴിയിലൂടെ വാന്ന് ആര് വിളിക്കും? ഫില്ലിഫോം ആപ്പറേറ്റേഴ്സ്. ദ ഫംഗ്ഷൻ ഓഫ് ഫില്ലിഫോം apparatus is to guide the pollen tube. Pollen tube എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ pollen grains എന്ന് വരുന്ന tubular structure. ഓക്കെ, അതിനകത്താണ് നമുക്ക് മെയിൽ ഗാമെറ്റ് ഉള്ളത്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് കമ്മിങ് ക്ലാസ്സസിൽ പഠിക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എംബ്രിയോ സാക്ക്. സോ ഇവിടെ ആന്റിപോഡൽസ് ഉണ്ട്, എഗ് ആപ്പറേറ്റേഴ്സ് ഉണ്ട്, നടുക്കുള്ള 2 ന്യൂക്ലിയസിന് നമ്മൾ എന്തെന്ന് പറയും? പോലാർ ന്യൂക്ലിയൈ. ഓക്കെ, നമുക്ക് എന്നാൽ കുറച്ച് ക്വസ്റ്റ്യൻസിനെ ഡിസ്കസ് ചെയ്യാം. ഫങ്ഷണൽ മെഗാസ്പോർ ഇൻ ആൻ ഏഞ്ചിയോസ്പേം ഡെവലപ്പ് ഇൻടു. ഫങ്ഷണൽ മെഗാസ്പോർ അത് എന്തായിട്ട് കൺവേർട്ട് ആവും? ഓവിയോൾ ആയിട്ട് കൺവേർട്ട് ആവോ? ഇല്ല. ഓവിയോൾക്കകത്താണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? മെഗാസ്പോർ കാണാൻ പറ്റുക. അപ്പൊ അതിനകത്ത് മെഗാസ്പോർ കാണാൻ പറ്റുമെന്ന് പറയുമ്പോൾ അത് ഡെവലപ്പ് ചെയ്യുന്നതാണോ? അല്ല. സോ ഇത് അല്ല. നെക്സ്റ്റ് എൻഡോസ്പേം. ഈ എൻഡോസ്പേമും എംബ്രിയോയും ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഒരു സ്ട്രക്ചറാണ്. അതിന് മുമ്പ് നമുക്കത് കാണാൻ പറ്റില്ല. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണിത്? എംബ്രിയോ സാക്ക്. കറക്റ്റ് ആൻസർ എന്താണ്? എംബ്രിയോ സാക്ക്. ഓക്കെ, നെക്സ്റ്റ്. In majority of angiosperm, egg has a filiform apparatus. ഒരേ ഒരു ഫില്ലിഫോം ആപ്പറേറ്റസ് ആണോ ഉള്ളത് ഇവിടെ? അല്ല. There are numerous antipodal cells. ഒരുപാട് ആന്റിപോഡൽ സെൽസ് ഉണ്ടോ ഇവിടെ? ഇല്ല, അതുമല്ല. Reductional division occur in the megaspore mother cell. ഇത് കറക്റ്റ് ആണോ? ഇത് കറക്റ്റ് ആണ് അല്ലേ? മെഗാസ്പോർ മദർ സെൽ മിയോട്ടിക് ഡിവിഷൻ ആയിട്ടാണ് നമുക്ക് മെഗാസ്പോർ കിട്ടുക.
ആ മെഗാസ്പോർ ആണ് എംബ്രിയോസാക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യുക അല്ലെ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുള്ളതാണ്. എ സ്മോൾ സെൻട്രൽ സെൽ ഈസ് പ്രസന്റ് ഇൻ ദി എംബ്രിയോസാക്ക്. ശരിയല്ലല്ലോ, സെൻട്രൽ സെൽ കുറച്ച് ലാർജർ ആണല്ലോ, ബിക്കോസ് 2 ന്യൂക്ലിയസ് കവർ ചെയ്തിട്ടുള്ള സെല്ലുണ്ടല്ലോ. സോ ഇത് കുറച്ച് വലിയ സെല്ലാണല്ലോ. സോ ഇതും തെറ്റാണ്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാ? റിഡക്ഷണൽ ഡിവിഷൻ അക്കേഴ്സ് ഇൻ ദി മെഗാസ്പോർ മദർ സെൽ. Okay, next question. The ovule of an angiosperm is technically equivalent to. ഓവ്യൂളിന്റെ ഇഞ്ഞൊരു പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓവ്യൂളിന്റെ ഇഞ്ഞൊരു പേരെന്താണ്? മെഗാസ്പൊറാഞ്ചിയം. കറക്റ്റ് ആണോ? മെഗാസ്പോറോഫിൽ, മെഗാസ്പോർ മദർ സെൽ, മെഗാസ്പോർ. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? സി, മെഗാസ്പൊറാഞ്ചിയം ആണ് കറക്റ്റ് ആൻസർ. സോ ഓവ്യൂളുടെ ഇഞ്ഞൊരു പേരെന്താണ്? മെഗാസ്പോർ. ഓക്കെ, സോ മെഗാസ്പോറോഫിൽ എന്ന് വെച്ചാൽ എന്താ? ഇത് നമുക്ക് ടെറിഡോഫൈറ്റോയും പിന്നെ ജിംനോസ്പെർമലും കാണാൻ കിട്ടുന്ന ജിംനോസ്പെർമിൽ കാണാൻ കിട്ടുന്ന ഒരു സ്ട്രക്ചർ ആണ് മെഗാസ്പോറോഫിൽ. സോ നമുക്ക് ഇവിടെ കാണാൻ, ഏഞ്ചിയോസ്പെർമിൽ കാണാൻ പറ്റില്ല. നെക്സ്റ്റ് മെഗാസ്പോർ മദർ സെൽ. മെഗാസ്പോർ മദർ സെൽ അത് നമുക്ക് ഓവ്യൂൾക്കകത്ത് ന്യൂസെല്ലസിന്റെ ന്യൂസെല്ലസ് കൺവേർട്ട് ആയിട്ടാണ് മെഗാസ്പോർ ഫോം ആയിരിക്കുന്നത്. അപ്പൊ ഓവ്യൂളുടെ ഇനിയൊരു പേരല്ല. സോ മെഗാസ്പോറും അല്ല. അപ്പൊ കറക്റ്റ് ആൻസർ മെഗാസ്പൊറാഞ്ചിയം. ഓക്കെ, a typical angiosperm embryo sac at maturity is. മെച്ചൂർ ആയിട്ടുള്ള ഏഞ്ചിയോസ്പേം എംബ്രിയോ സാക്കിനെ നമ്മൾ എങ്ങനെയാണ് കാണുക? എങ്ങനെയായിരിക്കും അതുള്ളത്? 8 ന്യൂക്ലിയേറ്റഡ് 7 സെൽഡ്. കറക്റ്റ് അല്ലേ? ശരിയല്ലേ? സോ ആന്റിപോഡൽസ് 3 എണ്ണം, താഴെ എഗ് അപ്പറേറ്റസ് 3 എണ്ണം, നടുക്ക് സെൻട്രൽ ന്യൂക്ലിയൈ 1 എണ്ണം അല്ലേ, പോളാർ ന്യൂക്ലിയൈ 1 എണ്ണം. സോ ടോട്ടൽ ആയിട്ട് 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോളിനേഷൻ ആണ്. ഓക്കെ, പോളിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ദി ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ. ആന്തറിൽ നിന്ന്, ഒരു ഫ്ലവറിൽ നിന്ന് ആന്തർ പ്രൊഡ്യൂസ് ആയിട്ടുണ്ടാവും. ആ ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ആവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക? പോളിനേഷൻ. ഓക്കെ, ഈ പോളിനേഷൻ നമുക്കറിയാം യൂഷ്വലി നടത്തുന്നത് നമ്മുടെ ഇൻസെക്ട്സ് ആണ് അല്ലേ? ഓക്കെ, ഏതൊക്കെ രീതിയിലുള്ള പോളിനേഷൻ ആണ് നമുക്കുള്ളത്? സോ യൂഷ്വലി നമുക്ക് 3 ടൈപ്സ് ഓഫ് പോളിനേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുക. ഒന്ന് സീനോഗാമി, ഗൈറ്റനോഗാമി ആൻഡ് ഓട്ടോഗാമി. ഓക്കെ, സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് എന്ന് നോക്കാം. സോ ഫസ്റ്റ് വന്ന ഓട്ടോഗാമിയാണ്. ഇത് ഓട്ടോഗാമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓട്ടോഗാമിയിൽ ഒരു ഫ്ലവർ, ഒരു പ്ലാന്റില് ഒരു ഫ്ലവറിൽ 2 സ്ട്രക്ചറും ഉണ്ടാവും. ദാറ്റ് ഈസ് ആന്തറും ഉണ്ട്, സ്റ്റിഗ്മയും ഉണ്ട്. ഈ ആന്തറിൽ നിന്ന് തന്നെ പോളൻ ഗ്രെയിന് പോയിട്ട് ഇവിടെ സ്റ്റിഗ്മയ്ക്ക് അറ്റാച്ച് ആവും. ഓക്കെ, സോ ഇതിൽ തന്നെ ട്രാൻസ്ഫർ ആവുന്നത് കൊണ്ട് ഇതിനെ ഓട്ടോഗാമി എന്ന് പറയും. ഓക്കെ, ഓട്ടോഗാമി എന്ന് പറയും. സോ നമുക്ക് 2 ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ആണ് ഓട്ടോഗാമിൽ നമുക്ക് കാണാൻ പറ്റുക. ഒന്ന് കാസ്മോഗാമി, ഇനിയൊന്ന് ക്ലിസ്റ്റോഗാമി. ഓക്കെ, കാസ്മോഗാമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് ആർ കംപ്ലീറ്റ്ലി ഓപ്പൺഡ്. ഇങ്ങനെ കംപ്ലീറ്റ്ലി ഓപ്പൺഡ്. ആന്തർ സ്റ്റിഗ്മയൊക്കെ ഇങ്ങനെ യൂഷ്വലി ഇങ്ങനെ കാണും, പുറത്തേക്ക് ഇങ്ങനെ കാണും. ഓക്കെ, സോ അങ്ങനെ കാണുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ പ്ലാന്റിലെ പോളൻ ഗ്രെയിനെ വേണമെങ്കിലും അതിന് അറ്റാച്ച് ആവാം, അല്ലെങ്കിൽ ഡിഫറെന്റ് പ്ലാന്റിൽ നിന്ന് വേണമെങ്കിലും അന്ന് അറ്റാച്ച് ആവാം. ഓക്കെ, സോ കാസ്മോഗാമസ്, അത് കാസ്മോഗാമസ്. രണ്ടാമത് ക്ലിസ്റ്റോഗാമസ്. ക്ലിസ്റ്റോഗാമസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടൽസ് എല്ലാം ഇങ്ങനെ കൂർന്നിരിക്കും, ഇങ്ങനെ ഇരിക്കും. ഓക്കെ, സോ ഓപ്പണിങ് വളരെ ചെറുതായിരിക്കും. സോ ദാറ്റ് വേറെ പ്ലാന്റിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് വന്ന് പെടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. സോ ഇതാണ് നമ്മുടെ വയോല പ്ലാന്റിലെ ഫ്ലവർ കേട്ടോ. ഇത് ഈ വയോല പ്ലാന്റിൽ നമുക്ക് 2 ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സിനെ കാണാൻ പറ്റും. ഇത് കാസ്മോഗാമസും ഇത് ക്ലിസ്റ്റോഗാമസും. ഇതവിടെ കാണുന്നുണ്ടോ? ക്ലിസ്റ്റോഗാമസ് കംപ്ലീറ്റ്ലി മൊട്ടിനെ പോലെയാണ് ഇരിക്കുന്നത്, വിരിഞ്ഞിട്ടില്ല. ഈ വിരിഞ്ഞ ഫ്ലവർ ഏതാണ്? ഇങ്ങനെ കംപ്ലീറ്റ്ലി ഓപ്പൺഡ് ആണ്. ഈ വയലറ്റ് കളറിൽ കാണുന്ന ഫ്ലവർ ആണ് നമ്മുടെ കാസ്മോഗാമസ്. ഓക്കെ,
കാസ്മോഗാമസിൽ നമുക്ക് വേറെയും ചില എക്സാമ്പിൾസ് ഉണ്ട്. ഒന്ന് ഓക്സാലിസ്, പിന്നെ കമലിന. ആൻഡ് ഈ 3 പ്ലാന്റിൽ നമുക്ക് കാസ്മോഗാമസ് ഫ്ലവേഴ്സിനെയും കാണാൻ പറ്റും, ക്ലിസ്റ്റോഗാമസ് ഫ്ലവേഴ്സിനെയും കാണാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ഗൈറ്റനോഗാമി എന്താണെന്ന് നോക്കാം. ഗൈറ്റനോഗാമിയിൽ എന്താ സംഭവിക്കുക? ഗൈറ്റനോഗാമിയിൽ ഇതാണ് നമ്മുടെ പിസ്റ്റൽ അല്ലേ. സോ ഇവിടെ ആന്തേഴ്സും ഉണ്ടാവും, ഇങ്ങനെ ആന്തേഴ്സും ഉണ്ടാവും. ഓക്കെ, സോ എന്താ ഇവിടെ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ പ്ലാന്റിൽ 2 ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇവിടെ നിന്ന് നമുക്ക് പോളൻ ഗ്രെയിന് വന്ന് ഇവിടേക്ക് ട്രാൻസ്ഫർ ആവും. നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം അല്ലേ. ഓക്കെ, സോ ഇവിടെ നിന്ന് പോളൻ ഗ്രെയിൻ ഫോം ആവും. ഓക്കെ, പോളൻ ഗ്രെയിൻസ് ഇവിടെ നിന്ന് ഫോം ആവും. ഈ പോളൻ ഗ്രെയിൻസ് വന്നിട്ട് ഈ പിസ്റ്റലിലേക്ക് എന്താ പോളിനേഷൻ ചെയ്യും. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഗൈറ്റനോഗാമി. ഓക്കെ, സോ അതേ പ്ലാന്റ് സെയിം ആണ്, പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഡിഫറെന്റ് ഫ്ലവർ ആണ്. സോ ഡിഫറെന്റ് ഫ്ലവറിൽ നിന്ന് പോളൻ ഗ്രെയിൻസും പിസ്റ്റലും വേറെ വേറെ ഫ്ലവറിൽ നിന്നാണ് കമ്പൈൻ ആവുന്നത്. സോ അതിന് നമ്മൾ എന്താ പറയാ? ഗൈറ്റനോഗാമി. നെക്സ്റ്റ് സീനോഗാമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സ് തന്നെ വേറെ വേറെയാണ്, വേറെ പ്ലാന്റ്. അപ്പോൾ അവിടെ നിന്ന് ഈ പ്ലാന്റിൽ നിന്ന് ഇത് ഫീമെയിൽ ഫ്ലവർ എന്ന് വിചാരിച്ചോളൂ. സോ ഇത് മെയിൽ. സോ ഇവിടെ എന്താ ഉണ്ടാവുക? പിസ്റ്റൽ. സോ ഇവിടെ എന്താ ഉണ്ടാവുക? പോളൻ ഗ്രെയിൻ. സോ ഈ പ്ലാന്റിലെ ഫ്ലവറിൽ നിന്ന് പോളൻ ഗ്രെയിന് ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ആവുന്നതിന് നമ്മൾ എന്താ പറയാ? സീനോഗാമി. ഓക്കെ, സോ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, നമുക്ക് ഓട്ടോഗാമി എന്ന് വെച്ചാൽ എന്താ? ഓട്ടോഗാമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലവർ, ആ ഒരു ഫ്ലവറിൽ നമുക്ക് ആന്തറും ഉണ്ടാവും, സ്റ്റിഗ്മയും ഉണ്ടാവും. ഓക്കെ, ആന്തറും ഉണ്ടാവും, സ്റ്റിഗ്മയും ഉണ്ടാവും. ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിനും സ്റ്റിഗ്മന്റെ ഉള്ളിലുള്ള ഓവ്യൂലും ഇത് രണ്ടുമാണ് ഫ്യൂസ് ആവുന്നത്. ഒരേ പ്ലാന്റിൽ നിന്ന് ഇത് രണ്ടുമാണ് ഫ്യൂസ് ആവുന്നത്. സോ ഇതിന് നമ്മൾ എന്താ പറയാ? ഓട്ടോഗാമി എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ഗൈറ്റനോഗാമിയിൽ എന്താ സംഭവിക്കുക? ഇതാണ് നമ്മുടെ പ്ലാന്റ്. ഓക്കെ, സോ ഇവിടെ ഒരു ഫ്ലവർ ഉണ്ട്, ഇവിടെ ഇനിയൊരു ഫ്ലവർ ഉണ്ട്. ഓക്കെ, ഈ ഫ്ലവറിൽ നിന്ന് പോളൻ ഗ്രെയിനും ഇവിടെ നിന്ന് എന്താ ഓവ്യൂലും. സോ ഇത് രണ്ടുമാണ് ഫ്യൂസ് ആവുന്നതെങ്കിൽ അതിനെ ഗൈറ്റനോഗാമി എന്ന് പറയും. ഓക്കെ, സോ ഇത് ക്ലോസ് റിലേറ്റീവിന്റെ കല്യാണം കഴിക്കുന്ന പോലെയാണ്. ഓക്കെ, ക്ലോസ് റിലേറ്റീവിനെ കല്യാണം കഴിക്കുന്നതാണ് ഇത്. ഇതെന്താ സംഭവിക്കുക? കുറച്ച് ഫാർ റിലേറ്റീവ്. ഓക്കെ, എൻ്റെ സ്വന്തം അമ്മായിയുടെ മോളൊന്നും അല്ല, പക്ഷെ എൻ്റെ കൊച്ചച്ഛൻ്റെ അവരുടെ മോളാണ്. സോ അതുകൊണ്ട് അത് ഗൈറ്റനോഗാമി. അപ്പൊ സീനോഗാമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? സീനോഗാമിയിൽ എന്താ സംഭവിക്കുക? ഇതെന്നെ വേറൊരു പ്ലാന്റ് ആണ്, ഈ വേറെ പ്ലാന്റിൽ നിന്ന് ഒരു ഫ്ലവർ. സോ ഇത് ഇനിയൊരു പ്ലാന്റ് ആണ്, ഇവിടെ നിന്ന് ഒരു ഫ്ലവർ. സോ ഇത് രണ്ടുമാണ് ഫ്യൂസ് ആവുന്നത്. സോ ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? സീനോഗാമി എന്ന് പറയും. ഇത് റിലീജനെ മാറി കല്യാണം കഴിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ഓർമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഫസ്റ്റ് ഓട്ടോഗാമി എന്ന് പറഞ്ഞാൽ ക്ലോസ് റിലേറ്റീവ്. ഓക്കെ, ഗൈറ്റനോഗാമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാർ റിലേറ്റീവ്. ഇത് റിലീജനെ വേറെ എന്ന് വിചാരിച്ചോളൂ. അപ്പൊ അങ്ങനെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഏതൊക്കെ ടൈപ്പ് ഓഫ് പോളിനേഷൻ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആരൊക്കെയാണ് നമുക്ക് പോളിനേഷനെ ഹെൽപ്പ് ചെയ്യുക? മെയിൻ ആയിട്ട് 2 ടൈപ്പാണ് നമുക്ക് കിട്ടുക ഇവിടെ. ഒന്ന് എബയോട്ടിക് ഏജന്റ്, രണ്ടാമത്തേത് ബയോട്ടിക് ഏജന്റ്. ഓക്കെ, എബയോട്ടിക് ഏജന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവൻ ഇല്ലാത്ത ഏതെങ്കിലും സാധനം നമുക്ക് പോളിനേഷന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയാ? എബയോട്ടിക് ഏജന്റ് എന്ന് പറയും.
ബയോട്ടിക് ഏജന്റ് എന്ന് വെച്ചാലോ അവിടെ ജീവനുള്ള ഏതോ ഒരു പ്രാണിയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്, അത് ബയോട്ടിക് ഏജന്റ്. സോ എബയോട്ടിക് ഏജന്റ് മെയിൻ ആയിട്ട് നമുക്ക് വിൻഡ് ആൻഡ് വാട്ടർ, വിൻഡും പിന്നെ വാട്ടറും, കാറ്റും വാട്ടറും ആണ് നമുക്ക് ഇവിടെ ഹെൽപ്പ് ചെയ്യുക. ബയോട്ടിക് ആണെങ്കിൽ മെയിൻ ആയിട്ട് ഇൻസെക്ട്സ്, ബേർഡ്സ്, ബാറ്റ്, പ്രൈമേറ്റ്, റെപ്റ്റൈൽ എക്സെട്ര. സോ ഇതൊക്കെ മൈനർ പാർട്ടാണ്. നമുക്ക് മെയിൻ പാർട്ടായിട്ട് വരുന്നത് ഇത് ഇൻസെക്റ്റ് ആണ്. ഓക്കെ, സോ അനിമോഫില്ലി അല്ലെങ്കിൽ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. സോ കോമൺലി അക്കറിങ് പോളിനേഷൻ ഇൻ എബയോട്ടിക് ഏജന്റിൽ ഇതാണ് അനിമോഫില്ലി. വാട്ടറിൽ നടക്കുന്ന വളരെ കുറവ് സ്പീഷീസിൽ മാത്രമേ വാട്ടറിൽ നമുക്ക് എന്താ കാണാൻ പറ്റുക, പോളിനേഷൻ കാണാൻ പറ്റുക. പക്ഷെ എബയോട്ടിക് ഫാക്ടറിൽ മേജർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അനിമോഫില്ലിയാണ്. ഓക്കെ, സോ ദി പോളൻ ഗ്രെയിൻസ് ആർ ലൈറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി ബിക്കോസ് ഇത് കാറ്റിലൂടെ പറന്നു പോവേണ്ട ഒരു സാധനമാണ്. അപ്പൊ അങ്ങനെ പറന്നു പോവേണ്ട സാധനം ആയതുകൊണ്ട് അത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും ആൻഡ് നോൺ സ്റ്റിക്കി ആയിരിക്കും. ഓക്കെ, സ്റ്റിക്കി ആണെങ്കിൽ എന്താവും, ഒന്നിനൊന്ന് അറ്റാച്ച് ചെയ്യും. ഒന്നിനൊന്നും അറ്റാച്ച് ആകുമ്പോൾ എന്താ സംഭവിക്കുക, വെയിറ്റ് ഇൻക്രീസ് ആവും. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഇന്നൊരു സ്ഥലത്തിലേക്ക് കാറ്റിലൂടെ പോകാൻ അതിന് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അത് ലൈറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി ആയിരിക്കും. ആൻഡ് വെൽ എക്സ്പോസ്ഡ് സ്റ്റെമൻ ആയിരിക്കും. സോ കാറ്റിൽ പറന്ന് പോവേണ്ടതായതുകൊണ്ട് സ്റ്റെമൻസ് എല്ലാം ഇങ്ങനെ ലെങ്തി സ്റ്റെമൻസ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയായിരിക്കും. സോ ദാറ്റ് കാറ്റ് വരുമ്പോൾ ഈസി ആയിട്ട് പോളൻ ഗ്രെയിൻസ് പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഫെദറി സ്റ്റിഗ്മ. സോ കാറ്റിലൂടെ വരുന്ന പോളൻ ഗ്രെയിൻസിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയൊരു ഫെദറി സ്റ്റിഗ്മ ഉണ്ടാവും. ഓക്കെ, ആൻഡ് യൂഷ്വലി ഈ ഫ്ലവേഴ്സിനൊക്കെ സിംഗിൾ ഓവ്യൂൾസ് ആയിരിക്കും. പക്ഷേ നമുക്ക് ഇൻഫ്ലോറസൻസ് ആണ് കാണാൻ പറ്റുക. എന്ന് വെച്ചാൽ എന്താ, ഫ്ലവേഴ്സ് കുഞ്ഞു ഫ്ലവേഴ്സ് ആയിരിക്കും, പക്ഷെങ്കിൽ നമുക്ക് ആ കുഞ്ഞു ഫ്ലവേഴ്സ് ഉള്ള ഒരു വലിയ ബ്രാഞ്ചിനെയാണ് കിട്ടുക. അതിനെ നമ്മൾ എന്തെന്ന് പറയും, ഇൻഫ്ലോറസൻസ് എന്ന് പറയും. ഓക്കെ, സോ ഇൻഫ്ലോറസൻസ് ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്നതുകൊണ്ട് കാറ്റിൽ ഇങ്ങനെ പറന്ന് വരുന്ന പോളൻ ഗ്രെയിനിനെ ട്രാപ്പ് ചെയ്തിട്ട് ഫെർട്ടിലൈസേഷൻ നടത്താൻ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഓഫ് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ്. ഓക്കെ, സോ എക്സാമ്പിൾ നമുക്ക് ജോളം അല്ലെങ്കിൽ കോർൺകൂം ആൻഡ് ഗ്രാസസ്, ഇത് രണ്ടിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, വിൻഡ് പോളിനേറ്റഡ് പോളിനേഷനെ കാണാൻ പറ്റുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മെയ്സ്. ഈ മെയ്സിൽ ഇവിടെ കാണുന്നില്ലേ, ഈ പാർട്ടിൽ കാണുന്നതാണ് നമ്മുടെ മെയിൽ ഫ്ലവേഴ്സ്, പോളൻ ഗ്രെയിൻസ് ഉള്ള മെയിൽ ഫ്ലവേഴ്സ്. ഓക്കെ, സോ ഇവിടെയാണ് നമുക്ക് ഫീമെയിൽ ഫ്ലവേഴ്സിനെ കാണാൻ പറ്റുക. സോ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക്, ഇതാണ് നമ്മുടെ ടാസിൽസ്. ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ലെങ്തി ടാസിൽസ് സ്റ്റിഗ്മയിൽ ഉണ്ടാവും. അതേപോലെ നമ്മുടെ മെയിൽ ഫ്ലവേഴ്സിലും ഉണ്ടാവും, സ്റ്റെമൻസിലും. ഓക്കെ, സോ ഇവിടുന്ന് പോളൻ ഗ്രെയിന് ചാടിപ്പോയി ഇവിടേക്ക് ഇങ്ങനെ കാറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് ട്രാപ്പ് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നമുക്കല്ല, പ്ലാന്റിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഹൈഡ്രോഫിലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ പോളിനേറ്റഡ്. സോ ഈ വാട്ടർ പോളിനേറ്റഡിൽ യൂഷ്വലി നമുക്ക് ആൾമോസ്റ്റ് 30 ജനറയിൽ മാത്രമാണ് ഇങ്ങനെ വാട്ടർ പോളിനേറ്റഡ് ആൻജിയോസ്പെർമിനെ കാണാൻ പറ്റുക. ഓക്കെ, റിമൈനിങ് എല്ലാം ആൽഗെ, ബ്രയോഫൈറ്റ ആൻഡ് ടെറിഡോഫൈറ്റസ്. വിൻഡ് പോളിനേറ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ 30 ജനറയിലും മാത്രമാണ് നമുക്ക് ആൻജിയോസ്പെർമിൽ കാണാൻ പറ്റുക. റിമൈനിങ് എല്ലാം ഫെർട്ടിലൈസേഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അത് ആൽഗെ, ടെറിഡോഫൈറ്റ, ലോവർ ഓർഗാനിസംസിലാണ്. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാഗ്നന്റ് വാട്ടറൊക്കെ നമുക്ക്, അല്ലെങ്കിൽ വാട്ടറൊക്കെ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, എല്ലാ പ്ലേസിലും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വളരെ കുറവാണ്. സോ അതുകൊണ്ടാണ് വാട്ടർ പോളിനേറ്റഡ് കുറച്ച് കുറവാണ്. ഓക്കെ, സോ യൂഷ്വലി നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് മോണോകോട്ടിലീഡൻസിൽ. ഓക്കെ,
സോ എക്സാമ്പിൾ വെല്ലസ്നേരിയ, ഹൈഡ്രില, ഇത് രണ്ടും നമുക്ക് ഫ്രഷ് വാട്ടർ, നമുക്ക് റിവറിൽ, പോണ്ടിൽ, അതിലൊക്കെ നമുക്ക് ഈ വെല്ലസ്നേരിയ, ഹൈഡ്രില പ്ലാന്റിനെ കാണാൻ പറ്റും. അതേപോലെ സോസ്റ്റിറ നമുക്ക് മറൈൻ വാട്ടറിൽ, കടലിൽ കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് വെല്ലസ്നേരിയയിൽ നമുക്ക് എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക നോക്കാം. വെല്ലസ്നേരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്മേർജ്ഡ് പ്ലാന്റ് ആണ്. സബ്മേർജ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടറിന്റെ അകത്ത്, പുറത്ത് കാണാൻ പറ്റില്ല, വാട്ടറിന്റെ അകത്ത് കാണാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ആ പ്ലാന്റ് ഇങ്ങനെ ഉണ്ട്. ഈ പ്ലാന്റ് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൽ പ്ലാന്റ്, ഫീമെയിൽ പ്ലാന്റ് രണ്ട് വേറെ വേറെയാണ്. മെയിൽ പ്ലാന്റും ഫീമെയിൽ പ്ലാന്റും വേറെ വേറെ. അതിന് നമ്മൾ എന്താ പറയുക, യൂണിസെക്ഷൽ പ്ലാന്റ് അല്ലെ, യൂണിസെക്ഷൽ പ്ലാന്റ്. സോ ഈ യൂണിസെക്ഷൽ പ്ലാന്റിൽ ഇതാണ് നമ്മുടെ ഫീമെയിൽ പ്ലാന്റ് കേട്ടോ. ഓക്കെ, ഫീമെയിൽ പ്ലാന്റ് ഇത്. സോ ഈ ഫീമെയിൽ പ്ലാന്റിൽ ഇങ്ങനെ കാണുന്നുണ്ടോ, ഇതാണ് നമ്മുടെ സ്റ്റൈൽ. ആ സ്റ്റൈലിൽ നിന്ന് എൻഡിൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ സ്റ്റിഗ്മാസ് ഉണ്ടാവും. ഓക്കെ, സോ ഇത് സബ്മർജ്ഡ് പ്ലാന്റ് എങ്കിലും ഈ സ്റ്റിഗ്മ എന്തായിരിക്കും, വാട്ടർ കറന്റിന്റെ ആ ലെവലിൽ ഇങ്ങനെ നിൽക്കും. ഇതാണ് വാട്ടർ, ഇവിടെയാണ് വാട്ടർ ഉള്ളത് വിചാരിച്ചോളൂ. സോ ഈ വാട്ടർ ഇങ്ങനെ ഔട്ടർ മോസ്റ്റ് സർഫേസ് ഓഫ് ദി വാട്ടർ, അതിൻ്റെ കുറച്ച് താഴെയാണ് നമുക്ക് ഈ സ്റ്റൈലിനെ കാണാൻ പറ്റുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. സോ ഇതാണ് നമ്മുടെ ഫീമെയിൽ ഫ്ലവർ, ഇത് നമ്മുടെ മെയിൽ ഫ്ലവർ. ഓക്കെ, സോ ഫീമെയിൽ ഫ്ലവറിൽ കാണുന്നുണ്ട്, ഇതാണ് സ്റ്റിഗ്മ. ഓക്കെ, ഈ സ്റ്റിഗ്മ, ഫീമെയിൽ ഫ്ലവറിന്റെ സ്റ്റിഗ്മ ഇത് ഇവിടെ ഇരിക്കുന്നു. മെയിൽ ഫ്ലവറിൽ നിന്ന് എന്താവും, പോളൻ ഗ്രെയിന് പ്രൊഡ്യൂസ് ആവും, അത് വാട്ടറിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്യും. ഓക്കെ, വാട്ടറിൽ സ്പ്രെഡ് ചെയ്യുന്നത് ഇത് ലൈറ്റ് വെയിറ്റും കൂടെ ആയതുകൊണ്ട് എന്താ സംഭവിക്കുക, ഇതിങ്ങനെ മേലെ വന്ന് മെല്ലെ ഇങ്ങനെ പാസ് ചെയ്ത് പോകും വാട്ടർ കറണ്ടിന്റെ കൂടെ. അപ്പൊ അങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ചില പോളൻ ഗ്രെയിൻസ് ഫീമെയിൽ ഫ്ലവറിനെയും ടച്ച് ആവും. ഏത് ടച്ച് ആകുമോ അവിടെ ഫെർട്ടിലൈസേഷൻ ആവും. ഓക്കെ, സോ അതാണ് നമ്മുടെ വെല്ലസ്നേരിയയിൽ നടക്കുന്ന പോളിനേഷൻ. ആൻഡ് സീ ഗ്രാസിൽ എങ്ങനെയാ സംഭവിക്കുക, സീ ഗ്രാസും സബ്മർജ്ഡ് പ്ലാന്റ് തന്നെയാണ്. ഇവിടെ നമുക്ക് ബൈസെക്ഷുവൽ പ്ലാന്റ്, യൂഷ്വലി നമുക്ക് ബൈസെക്ഷുവൽ പ്ലാന്റ് ആണ് കാണാൻ കിട്ടുക. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ആൾമോസ്റ്റ് സെയിം ലെങ്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഫീമെയിൽ ഫ്ലവർ സ്റ്റിഗ്മ അങ്ങനെ തന്നെ, സ്റ്റിഗ്മ താഴെ തന്നെ ഉണ്ടാവും. മെയിൽ ഫ്ലവർ എന്ത് ചെയ്യും, പോളൻ ഗ്രെയിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ പോളൻ ഗ്രെയിൻസ് താഴെ കൂടെ തന്നെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കും. ഓക്കെ, സോ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക് വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മ്യൂസിലേജിനസ് കോട്ട് ഉണ്ടാവും ഇതില്. മ്യൂസിലേജിനസ് കോട്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ അബ്സോർബ് ചെയ്യാൻ പാടില്ല. പോളൻ ഗ്രെയിൻസ് വാട്ടർ അബ്സോർബ് ചെയ്യാൻ പാടില്ല. കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്താൽ എന്താവോ, അത് വീർത്ത് വരും. കൂടുതൽ വീർത്ത് പോയാൽ അത് റപ്ചറായി അത് മരിച്ചു അല്ലേ. സോ അങ്ങനെ ആവാതിരിക്കാൻ അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു കോട്ട് ഉണ്ടാവും, അത് മ്യൂസിലേജിനസ് കോട്ട്. ഓക്കെ, സോ എല്ലാം അക്വാറ്റിക് പ്ലാന്റ്സും ഹൈഡ്രോഫില്ലി ആയിരിക്കില്ല, വാട്ടർ പോളിനേറ്റഡ് പ്ലാന്റ്സ് ആയിരിക്കില്ല. ഇപ്പൊ നമ്മുടെ ലോട്ടസ്, അതേപോലെ തന്നെ ഐക്കോർണിയ കേട്ടിട്ടുണ്ടോ, ഐക്കോർണിയ പ്ലാന്റ്. ഈ പ്ലാന്റിലൊക്കെ നമുക്ക് എൻറ്റമോഫിലി. സോ എൻറ്റമോഫിലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസെക്ട്സ് പോളിനേറ്റഡ് പ്ലാന്റ്സിനെയാണ് നമ്മൾ എൻറ്റമോഫിലി എന്ന് പറയുക. അല്ലെങ്കിൽ വിൻഡ് പോളിനേഷൻ ആയിരിക്കും സംഭവിക്കുക, അല്ലാതെ നമുക്ക് വാട്ടർ പോളിനേറ്റഡ് പ്ലാന്റ്സിനെ കാണാൻ പറ്റും. ഈവൻ ദോ ഇറ്റ് ഈസ് ലിവിങ് ഇൻ ദി വാട്ടറിലാണ് അത് ജീവിക്കുന്നത് എങ്കിൽ പോലും അത് വാട്ടർ പോളിനേറ്റഡ് ആയിരിക്കില്ല. ഓക്കെ, ആൻഡ് യൂഷ്വലി വിൻഡ് ആൻഡ് വാട്ടർ പോളിനേറ്റഡ് പ്ലാന്റ്സ് കളറും ഉണ്ടാവില്ല, നെക്ടറിനെയും പ്രൊഡ്യൂസ് ചെയ്യില്ല, ഒന്നുമില്ല, ഒരു റിവാർഡും കൊടുക്കില്ല. അതുകൊണ്ട് ഒരു പ്രശ്നവും. ഓക്കെ, നെക്സ്റ്റ് ബയോട്ടിക് ഏജന്റ് മെയിൻ ആയിട്ട് നമുക്കിവിടെ കാണാൻ കിട്ടുന്നത് ഇൻസെക്ട്സ് ആണ്. ത്രൂ നെക്ടറിനെയും ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി, നെക്ടറിനെയും പോളൻ ഗ്രെയിൻസിനെ ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻസെക്ട്സ് പോയിട്ട് ഫ്ലവറിന്റെ മുകളിൽ ഇരിക്കുക. പക്ഷേ അങ്ങനെ ഫ്ലവറിന്റെ മുകളിൽ ഇരിക്കുന്ന സമയത്ത് അത് പോളിനേഷനും കൂടെ ചെയ്യും. സോ യൂഷ്വലി
ബീസ് ഹണി ബീസ്, ബട്ടർഫ്ലൈസ്, ഫ്ലൈസ്, ഇങ്ങനെ വാസ്പ്, ബീറ്റിൽ, ഇതൊക്കെയാണ് എന്താ ബയോട്ടിക് ഏജന്റ്. അതല്ലാതെ നമുക്ക് വേറെയും ചില അനിമൽസ് നമുക്ക് ബയോട്ടിക് ഏജന്റിൽ പോളിനേഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈമേറ്റ്സ് ലൈക്ക് ലേമർ, ഓക്കെ, ആൻഡ് ചില പ്ലാന്റിൽ വളരുന്ന ചില റെപ്റ്റൈൽസ്, ലിസേർഡ് പോലത്തെയുള്ള റെപ്റ്റൈല്, ഓക്കെ, ആൻഡ് ചില റോഡൻസ്, ഓക്കെ, എലിയെ പോലെ മറ്റേ മരത്തിൽ ഉള്ള എലിയെ പോലെയുള്ള ഓർഗാനിസംസ്. സോ അതൊക്കെയാണ് നമുക്ക് ബയോട്ടിക് ഏജന്റ് ആയിട്ട് പോളിനേഷൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്, എന്ത് ക്യാരക്ടർ ആണ് ആ ഫ്ലവറിന് ഉണ്ടാവുക? ഫ്ലവറിന് ഉണ്ടാവുന്നത് the flowers are large and colorful which produces fragrance and nectar. ഫ്രാഗ്രൻസും നെക്ടറും കൊണ്ടാണ് വേറെ വേറെ എന്താ ഹണി ബീസും മറ്റേ ഇൻസെക്ട്സിനെല്ലാം അത് അട്രാക്ട് ചെയ്യുക. ആ അട്രാക്ഷൻ കൊണ്ടാണ് ഈ എല്ലാ അനിമൽസും ഈ ഫ്ലവറിൻ്റെ അടുത്ത് വരിക. കളർ ഉണ്ടാവും, ഫ്രാഗ്രൻസ് ഉണ്ടാവും, അതേപോലെ നെക്ടറും ഉണ്ടാവും. ഓക്കെ, ആൻഡ് യൂഷ്വലി ഇൻഫ്ലോറസൻസ് ചെറുതാണെങ്കിൽ, ഫ്ലവേഴ്സ് ചെറുതാണെങ്കിൽ നമുക്ക് ഇൻഫ്ലോറസൻസ് കാണാൻ പറ്റും. വലിയ ഫ്ലവർ ആണെങ്കിൽ സിംഗിൾ ഫ്ലവർ ആയിരിക്കും ചെയ്യും. ഓക്കെ, ആൻഡ് ദെൻ നെക്ടർ ആൻഡ് പോളൻ ഗ്രെയിൻസിന് അത് റിവാർഡായിട്ട് കൊടുക്കും. ഇപ്പൊ നീ എനിക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ, സോ നീ ഇത് എടുത്തോണ്ട് പോയിക്കോ എന്ന രീതിയിലാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. സോ നീ വന്നിട്ട് പോളിനേഷൻ ചെയ്യുന്നുണ്ട്, സോ ഹണിബി നീ നെക്ടറിനെയും എടുത്തോണ്ട് പോയിക്കോ എന്ന രീതിയിൽ ഇത് നെക്ടർ പിന്നെ പോളൻ ഗ്രെയിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ ടോളസ്റ്റ് ഫ്ലവർ അമർഫോഫലസ്. ഇതാണ് നമ്മുടെ ലാർജസ്റ്റ് ഫ്ലവർ. ഈ ലാർജസ്റ്റ് ഫ്ലവറിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ it gives safe place to lay egg. ചില എന്താ അനിമൽസ്, സ്മോൾ വാസ്പ്, ഓക്കെ, സ്മോൾ വാസ്പിന് അത് എഗ്ഗ് ലേ ചെയ്യാൻ ഇടം കൊടുക്കും. എവിടെ? ഓവറിക്കകത്ത്. സോ സേഫ് ആയിട്ട് ആ ലാർവ അവിടെ വളരും. അതേപോലെ തന്നെ ഈ വാസ്പ് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പോളിനേഷൻ ചെയ്തിട്ട് പോകും. ഓക്കെ, അതേപോലെ തന്നെ ഇഞ്ഞൊരു മോത്തുണ്ട്. സോ ആ മോത്തിന്റെ പേര് യക്ക മോത്ത്, പ്ലാന്റിന്റെ പേരും യക്ക. ഓക്കെ, യക്ക മോത്ത് ആൻഡ് യക്ക പ്ലാന്റ് മ്യൂച്വലിസ്റ്റിക് ആണ്. മ്യൂച്വലിസ്റ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഇതെന്താ ചെയ്യുന്നത്? ഇതും സെയിം അതേപോലെ തന്നെ എഗ്ഗിനെ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എഗ്ഗിനെ ഇടാൻ വേണ്ടിയിട്ട് ഈ മോത്ത് ഇവിടെ കാണുന്നുണ്ടല്ലോ, ഈ മോത്ത് എന്ത് ചെയ്യും? ഈ പ്ലാന്റിലേക്ക് പോയിട്ട് അതിൻ്റെ ഓവറിക്കകത്ത് മുട്ടയിടും. ഓക്കെ, അതിൻ്റെ കൂടെ ഇത് പോളൻ ഗ്രെയിൻസിനും കൂടെ ഇവിടെ കൊടുത്തിട്ട് പോകും. അപ്പോൾ ഈസി ആയിട്ട് സേഫ് ആയിട്ട് ഇതിൻ്റെ ലാർവെ ഈ ഓവ്യൂളിൻ്റെ ഉള്ളിൽ വളരും. എപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് വളരുമോ ലാർവെ ഈസി ആയിട്ട് അത് പുറത്തേക്ക് വന്നിട്ട് ന്യൂ ഇൻഡിവിജ്വൽ ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മോത്ത് ആൻഡ് യക്ക പ്ലാന്റ് മ്യൂച്വലിസം. ഓക്കെ, നെക്സ്റ്റ് പോളൻ നെക്ടർ റോബേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഇൻസെക്ട്സ് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളിനേഷൻ ചെയ്യാതെ വെറും പോളൻ ഗ്രെയിനിനും പിന്നെ നെക്ടറിനെ മാത്രം അബ്സർവ് ചെയ്തിട്ട് അതങ്ങ് പറന്നു പോകും. ഇതിന് ഹെൽപ്പ് ഒന്നും കിട്ടില്ല. പക്ഷെ ചില ഇൻസെക്ട്സ് അതിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ നെക്ടറിനെയൊക്കെ എടുത്തോണ്ട് പോകും. സോ അതിന് നമ്മൾ എന്തെന്ന് പറയും? പോളൻ നെക്ടർ റോബേഴ്സ് എന്ന് പറയും. ഓക്കെ, പോളൻ നെക്ടർ റോബേഴ്സ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ചില ക്വസ്റ്റ്യൻസ് ഈ ഒരു പർട്ടിക്കുലർ പോർഷനിൽ നിന്ന് പ്രീവിയസ് ഇയേഴ്സ് ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് വന്നിരിക്കുന്നത് ചില ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ഇൻകറക്റ്റ് ഫോർ വിൻഡ് പോളിനേറ്റഡ് പ്ലാന്റ്സ്? വെൽ എക്സ്പോസ്ഡ് സ്റ്റെമൻ ആൻഡ് സ്റ്റിഗ്മ, many ovule in each ovary, flowers are small and not brightly colored, pollen grains are light and non-sticky. Okay,
സോ ഇവിടെ ഏതാണ് ഇൻകറക്റ്റ് ആൻസർ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഇൻകറക്റ്റ് ആൻസർ, കറക്റ്റ് ആയിട്ട് ആൻസർ നമ്മൾ കൊടുക്കാൻ പാടില്ല, ഇവിടെ ഇൻകറക്റ്റ് ആൻസർ ആണ് കൊടുക്കേണ്ടത്. സോ വെൽ എക്സ്പോസ്ഡ് സ്റ്റെമൻ ആൻഡ് സ്റ്റിഗ്മ കറക്റ്റ് ആണോ? യെസ്, ഇത് കറക്റ്റ് ആണ്. മെനി ഓവ്യൂൾസ് ഇൻ ഈച്ച് ഓവറി, ഇത് ശരിയാണോ? ശരിയാണോ? അല്ല. ഫ്ലവേഴ്സ് ആർ സ്മോൾ ആൻഡ് നോട്ട് ബ്രൈറ്റ്ലി കളേർഡ്, അത് കറക്റ്റ് അല്ലേ? യെസ്, ദിസ് ഇസ് ഓൾസോ കറക്റ്റ്. പോളൻ ഗ്രെയിൻസ് ആർ ലൈറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി, യെസ്, ദിസ് ഇസ് ഓൾസോ കറക്റ്റ്. സോ കറക്റ്റ്, ഈ ക്വസ്റ്റ്യന് കറക്റ്റ് ആൻസർ ഇതാണ്. ബി ഈസ് ദി കറക്റ്റ് ആൻസർ. സോ മെനി ഓവ്യൂൾസ് ഇൻ ഈച്ച്. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് ടൈപ്പ് ഓഫ് പോളിനേഷൻ ടേക്ക് പ്ലേസ് ഇൻ വെല്ലസ്നേരിയ? ഏതാണ്? Pollination occur in submerged condition by the water. Flowers emerge above surface of the water and pollination occur by insects. Flowers emerge above the water surface and pollen is carried by wind. Male flowers are carried by water current to female flowers at the surface water. ഏതാണ് ഇതിലെ കറക്റ്റ് ആൻസർ? ഫസ്റ്റ് വൺ ആണോ? പോളിനേഷൻ occur in സബ്മർജ്ഡ് കണ്ടീഷൻ ആണോ? അല്ലല്ലേ? അല്ലല്ലേ? അല്ല, ഇതല്ല കറക്റ്റ് ആൻസർ. രണ്ടാമത്, ഫ്ലവേഴ്സ് എമർജ് അബോവ് ദി സർഫേസ് ഓഫ് ദി വാട്ടർ, ഇതും അല്ല. അബോ പുറത്തേക്ക് വരില്ല, സർഫേസ് ഓഫ് ദി വാട്ടറിൽ തന്നെ നിൽക്കും. ഫ്ലവേഴ്സ് എമർജ് അബോവ് വാട്ടർ സർഫേസ് ആൻഡ് പോളൻ ഈസ് ക്യാരിഡ് ബൈ വിൻഡ്, ആണോ? അല്ല, ഇതും തെറ്റാണ്. ഇൻസെക്റ്റിനും ആവില്ല, ഇവിടെ വിൻഡിന്നും ആവില്ല. അപ്പൊ ആവുന്നത് എങ്ങനെ? വാട്ടറിൽ നിന്ന് തന്നെയാണ്. സോ മെയിൽ ഫ്ലവേഴ്സ് ആർ ക്യാരിഡ് ബൈ വാട്ടർ, ശരിയാണോ? കറക്റ്റ്. ടു ഫീമെയിൽ ഫ്ലവേഴ്സ് അറ്റ് ദി സർഫേസ് വാട്ടർ. സോ കറക്റ്റ് ആൻസർ ഈസ് ഡി. ഓക്കെ, നെക്സ്റ്റ്. Which of the following has provide helpful in preserving pollen as fossil? സോ ഇതിൽ ഏതാണ് ഫോസിലിനെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, ഫോസിൽ ആവാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന്? ഓയിൽ കണ്ടന്റ് ആണോ? അല്ല, ഓയിൽ കണ്ടന്റ് അല്ല. സെല്ലുലോസിക് ഇൻടൈൻ ആണോ? സെല്ലുലോസിക് ഇൻടൈൻ ആണോ ഹെൽപ്പ് ചെയ്യുന്നത്? അല്ല, അതും അല്ല. പോളൻ കിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലി കണ്ടന്റ്, അതിൻ്റെ ഈ പോളൻ ഗ്രെയിൻസിന്റെ മുകളിൽ എന്തുണ്ടാവും? ഇൻടൈൻ എക്സൈൻ ഒക്കെ ഉണ്ടാവും അല്ലെ? അതിന്റെ മുകളിൽ ഉണ്ടാവുന്ന ഓയിലി സബ്സ്റ്റൻസ് ആണ് ഈ പോളൻ കിറ്റ്. ഓക്കെ, അതും അല്ല. സോ കറക്റ്റ് ആൻസർ ഈസ് സ്പോറോ. അപ്പൊ യെസ്, ഇന്നത്തെ ക്ലാസ് നമ്മൾ പോളിനേഷനും ഫീമെയിൽ ഗമെറ്റോഫൈറ്റ് ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ നോട്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ടെലഗ്രാമിന്റെ QR കോഡിനെ സ്കാൻ ചെയ്ത് പെട്ടെന്ന് ടെലഗ്രാമിലോട്ട് ഓടുക. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മുടെ ഗ്രൂപ്പിനെ ജോയിൻ ചെയ്യുക. എന്നിട്ട് പെട്ടെന്ന് നോട്ട്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ആൻഡ് നെക്സ്റ്റ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് പറയാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.